ഇന്ന് ആർക്ക് വേണമെങ്കിലും വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു കേക്കാണ് കാണിക്കുന്നത്. ഇതിന് ബേക്കിംഗ് പൗഡറോ ഓവണോ ബീറ്ററോ ഒന്നും തന്നെ ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ഇട്ട് പൊടിച്ചിട്ടെടുക്കുക ആദ്യം. ഇനി അതിലേക്ക് 3 മുട്ടയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക. ഇനി അതിലേക്ക് 1/4 കപ്പ് ഓയിലും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ നന്നായിട്ട് അടിച്ചെടുക്കുക. അവസാനമായിട്ട് 1/2 കപ്പ് പാലും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നും കൂടെ അടിച്ചിട്ടെടുക്കുക. ഇനി മറ്റൊരു ബൗളിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കുക. ഇനി മൈദ ഒരു 2 തവണ അരിച്ചിട്ടെടുക്കുക. ഇനി അരിച്ചിട്ടെടുത്ത മൈദയിലേക്ക് നമ്മൾ ഈ അരച്ച് വെച്ച മിക്സ് കുറേശ്ശെയായിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് മിക്സ് ആക്കിയിട്ടെടുക്കാം. എല്ലാം കൂടെ ഒരുമിച്ച് ഒഴിച്ച് കൊടുക്കരുത്, അപ്പം മൈദ ശരിക്കും അതിൽ മിക്സായിട്ട് കിട്ടില്ല. അപ്പോൾ അത് കുറേശ്ശെയായിട്ട് ഞാനിത് മിക്സ് ചെയ്തിട്ടെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഇത് കാണുന്നതെന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇപ്പോൾ അത് നല്ല ക്രീമി തിക്നെസ്സിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു തിക്നെസ്സാണ് ഇതിനാവശ്യമുള്ളത്. ഇത് നന്നായിട്ട് പൊങ്ങി വരാൻ ഒരു 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡയിലേക്ക് 1 സ്പൂൺ വിനെഗർ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പതഞ്ഞ് വരും. അങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ എന്നിട്ട് ആ പതഞ്ഞ് വരുന്ന മിക്സ് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ ഈ കേക്കിൻ്റെ ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ കേക്ക് നല്ല പെർഫെക്റ്റായിട്ട് തന്നെ പൊങ്ങിയും കിട്ടും, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കും നമുക്ക് കിട്ടും. ഇനി ഇത് നന്നായിട്ട് തന്നെ നമ്മുടെ കേക്കിൻ്റെ മിക്സിലേക്കൊന്ന് എല്ലായിടത്തും എത്തുന്ന വരെ ഒന്ന് ഇളക്കിയിട്ട് യോജിപ്പിച്ച് കൊടുക്കുക. ഇപ്പോൾ ഞാൻ എല്ലായിടത്തും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ കേക്കിൻ്റെ ബാറ്ററിനെ നമുക്ക് 2 ബൗളിലേക്കായിട്ട് പകുതി മാറ്റിയിട്ടെടുക്കാം. ഒന്ന് കൊക്കോ പൗഡർ ഒഴിച്ച് കൊടുത്തിട്ടുള്ള മിക്സും മറ്റൊന്ന് നമ്മുടെ ഈ വെള്ള കളറിലുള്ള വാനില മിക്സും. ഞാൻ വാനില എസൻസ് ഒഴിച്ച് കൊടുത്തിട്ടില്ല കേട്ടോ, അത് ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടെ ടേസ്റ്റ് കിട്ടുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇപ്പോൾ ഒരു 2.5 ടീസ്പൂണ് കൊക്കോ പൗഡറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടി തിക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്കൊരു 2 or 3 ടേബിൾ സ്പൂണ് പാലും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കണം. ആദ്യത്തെ ഒരു ലൂസ് തന്നെ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണത്. ഇപ്പോൾ അത് നന്നായിട്ട് തന്നെ ഇതിൽ മിക്സായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 2 ബാറ്റർ കിട്ടിയിട്ടുണ്ട്, ഒന്ന് വൈറ്റ് കളറിലുള്ളതും ഒന്ന് ചോക്ലേറ്റിൻ്റെ കളറിലുള്ളതും. ഞാനിപ്പോൾ ഇവിടെ സാധാരണ യൂസ് ചെയ്യുന്ന ഒരു പോട്ടിലാണ് കേട്ടോ, ഒരു നോൺ സ്റ്റിക്ക് പാത്രത്തിലാണ് ഇത് ബേക്ക് ചെയ്തിട്ടെടുക്കുന്നത്. അതിൽ ആദ്യം തന്നെ ഒരു ബട്ടർ പേപ്പറിൽ ഓയിൽ സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്കായിട്ട് ഓരോ തവി നമുക്ക് മാറി മാറി നമ്മുടെ ഈ ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. ഞാൻ ആദ്യം ചോക്ലേറ്റിൻ്റെ മിക്സ്, പിന്നെ വൈറ്റ് മിക്സ്, ഇങ്ങനെ നമ്മൾ ഈ ബാറ്ററി തീരുന്ന വരെ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ വേണ്ടത്. പിന്നെ അതുപോലെ തന്നെ ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ഈ ബട്ടർ പേപ്പർ അല്ല കേട്ടോ, സാധാ നോട്ട് ബുക്കിൽ നിന്ന് വരച്ചൊരു പേജിൻ്റെ മുകളിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്താണ് കേട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ എല്ലാ ലെയറും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊരു കോല് വെച്ചിട്ട് ഇതുപോലെയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഡിസൈൻ ചെയ്തിട്ടെടുക്കാം. ഞാൻ ആദ്യം തന്നെ അടുപ്പിൽ ഒരു പഴയ പാന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് മുകളിലേക്ക് നമ്മൾ ഈ കേക്ക് ഒഴിച്ച് വെച്ച ബാറ്ററി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 40-45 മിനിറ്റ് ബേക്ക് ചെയ്തെടുത്താൽ ഇതുപോലെ നല്ല സൂപ്പറായിട്ട് നമ്മൾ കേക്ക് പൊങ്ങി വരും. നിങ്ങളൊരു 35 മിനിറ്റ് ഒക്കെ ആകുമ്പോൾ തന്നെ ഒരു കോയിലോ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ. ഓരോ അടുപ്പിൻ്റെയും ഫ്ലെയിമിന് വ്യത്യാസം ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ കേക്കിൻ്റെ അടിഭാഗം എങ്ങനെയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. എന്തായാലും നല്ല പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നെക്കിയൊക്കെ നോക്കുമ്പോൾ നല്ല സോഫ്റ്റാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിത് ഉണ്ടാക്കി നോക്കിയില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാനിതൊന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെ ഇരിക്കുന്നതെന്ന്. കണ്ടില്ലേ, നമ്മൾ ആ കോല് വെച്ചിട്ട് ഇങ്ങനെ വരഞ്ഞു കൊടുത്തുകൊണ്ട് തന്നെ അതിൻ്റെ അടിഭാഗം വരെ നമുക്ക് ആ ഡിസൈന് കാണാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.